നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക കൊണ്ട് അധികം മസാലകളൊന്നുമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. എന്നാൽ നമുക്ക് ഈ ചുരക്കക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചുരക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചുരക്ക എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം കറി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചുരക്ക എടുത്തോളൂ. ഇനി ഞാനിതൊന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പകുതിയാക്കിയിട്ടല്ല കട്ട് ചെയ്യണത്, ഒരു മുക്കാൽ ഭാഗമാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. ഇതിൻ്റെ ഈ ഒരു വലിയ പീസ് ഉണ്ടല്ലോ, ഈ പീസ് മതി നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഏകദേശം ഒരു 1/2 കിലോ ചുരക്ക ഉണ്ടാവും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതാ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക. വിത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ചുരക്ക ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്കും താളിച്ചൊഴിക്കാനും രണ്ടിനും കൂടിയിട്ടാണ്. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 4-5 വലിയ വെളുത്തുള്ളി അല്ലി, ചെറിയ 2 കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് മാത്രം എടുത്താൽ മതി. കാന്താരിമുളകൊക്കെ ചേർക്കുമ്പോൾ നല്ലതാണ്. പിന്നെ ഈ കാന്താരിമുളകിന് അധികം എരിവില്ലാത്ത കാന്താരിമുളക് ആവുകൊണ്ട് ഞാനൊരു 2 എരിവുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്കൊരു 1/3 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ചെറുപയർ പരിപ്പ് ആകുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1/3 കപ്പ് പറയുമ്പോൾ കുറച്ചൊരു 1/2 കപ്പോളം, അത് നിങ്ങൾ എത്ര ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 3-4 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇപ്പം ഞാനിതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നമുക്ക് പിന്നെ നോക്കിയിട്ട് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് 3ഉം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, 2 പച്ചമുളക്, അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് നൈസ് പൊടിയായിട്ട് അരിയണമെന്നൊന്നുമില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്ത് വെച്ച കാന്താരി മുളക് ഉണ്ടല്ലോ, അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല, കാരണം അതൊക്കെ വെന്തിട്ട് ഉടഞ്ഞ് ചേർന്നോളും. അപ്പോൾ കട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പരിപ്പൊക്കെ കുക്കർ അടച്ചിട്ട് വിസിലടിക്കുമ്പോൾ പരിപ്പ് തികഞ്ഞ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ച ചുരക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചുരക്കയുടെ കഷ്ണങ്ങളും കൂടി ഇട്ടപ്പോൾ വെള്ളം എനിക്ക് കുറവാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ഒരുപാട് ചുരക്കയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് വിസിലൊന്ന് ഇട്ട് കൊടുക്കാം. വിസിലിട്ടതിന് ശേഷം അത് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. കഷ്ണങ്ങളും പരിപ്പൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ ഇതുപോലെ അടുപ്പിച്ചാൽ മതി. വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒന്നുകൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ കണ്ടില്ലേ, കറിയൊക്കെ ആവശ്യത്തിന് വറ്റിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. നിങ്ങൾക്ക് എത്രമാത്രം കറി ലൂസാവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി.
ഉപ്പ് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പിടി കസൂരി മേത്തി എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ച് ഒഴിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ബാക്കി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് ഇട്ടിട്ട് നേരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഞാൻ മീത ഗാർണിഷ് ചെയ്യാനും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചുരക്കക്കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുമാണ്. മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചുരക്കക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.